എല്ലാവർക്കും നമസ്കാരം. അബ്രാഹമിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഇസ്രായേലിന് രക്ഷകനായി കന്യകയിലൂടെ ഒരു യേശുക്രിസ്തുവിൻ്റെ ജനനം, അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രഹസ്യ ജീവിതം, അത് കഴിഞ്ഞ് പരസ്യ ജീവിതം, ആ പരസ്യ ജീവിതത്തിന് ശേഷം യേശുക്രിസ്തുവിനെ ക്രൂശീകരിച്ചത് നമ്മൾ കണ്ടു. ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഉയർപ്പിന് ശേഷം നമ്മൾക്കറിയാം യേശുക്രിസ്തു കുറച്ച് നാളിങ്ങനെ നമ്മുടെ ശിഷ്യന്മാരുടെ കൂടെ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അവർക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവരെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്ന ദൗത്യം ഇതായിരുന്നു: നിങ്ങൾ എന്ത് ചെയ്യണം? ലോകം മുഴുവനുമുള്ള സകല സൃഷ്ടികളോടും പോയിട്ട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കുവാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു 3.5 വർഷത്തെ പരസ്യ ജീവിത സമയത്ത് യേശുക്രിസ്തു എന്തായിരുന്നു ചെയ്തത്? യേശുക്രിസ്തുവിൻ ഫോക്കസ് ചെയ്തത് മുഴുവൻ യഹൂദന്മാരിലായിരുന്നു, അല്ലേ? അപ്പോൾ യഹൂദിയ നാടുകളിലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ആ സുവിശേഷീകരണം മുഴുവൻ നടന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശമരിയക്കാരത്തി സ്ത്രീ വന്ന് സൗഖ്യം നേടി പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തേടി വന്നവരെ ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. ഇതര ജാതിയിൽ നിന്ന് തേടി വന്നവരെയൊന്നും ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് കാണാം. എന്നാലും എന്താ പറയുക, യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ദൗത്യത്തിൻ്റെ ഒരു പൂർത്തീകരണം നടന്നത് ഇസ്രായേൽ നാട്ടിൽ തന്നെയായിരുന്നു. 3.5 വർഷക്കാലം അവരോടായിരുന്നു സുവിശേഷിച്ചത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നമ്മൾക്കറിയാം എന്ത് സംഭവിച്ചിരിക്കുകയാണ്. സകല ജനത്തിനും, ഈ ലോകം മുഴുവനുള്ള ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, സകല ജനത്തിനും വേണ്ടി ഒരു രക്ഷ ഒരുക്കുവാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ആ തിരുരക്തത്താൽ തങ്ങളുടെ പാവങ്ങളെ കഴുകിക്കളയുന്ന എല്ലാവർക്കും ദൈവമക്കളാകുന്ന അവസരം കൊടുത്തിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം ശിഷ്യന്മാരെ നിയോഗിച്ച ദൗത്യമായിരുന്നു: നിങ്ങൾ ലോകം മുഴുവൻ പോയി എന്ത് ചെയ്യണം? സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. സുവിശേഷം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ക്രൂശീകരണത്തിലൂടെ എല്ലാവർക്കും രക്ഷ കൈവന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ പാപങ്ങളിൽ നിന്നൊക്കെ മോചിതരായി നിങ്ങൾ എല്ലാം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ രക്ഷകനുമായി നാഥനുമായി സ്വീകരിച്ച് ദൈവമക്കളാകണം. അങ്ങനെ ദൈവമക്കളാകുന്നവർക്ക് വേണ്ടി ദൈവം ഒരു നിത്യത, അതായത് ഒരു സ്വർഗം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു സുവിശേഷം നിങ്ങൾ ലോകം മുഴുവൻ പോയി അറിയിക്കുവാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവരോട് പറയുന്നുണ്ട്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ, അതായത് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ തയ്യാറായി വരുന്നവർക്ക് സ്നാനം കഴിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം നമ്മൾക്കറിയാം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ എന്താ പറയുക, ഒരു മടങ്ങി വരവുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്: ഞാൻ പോകുമ്പോൾ നിങ്ങളിപ്പോൾ പോയതുപോലെ തന്നെ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ വരും. അപ്പോൾ ആ മണവാട്ടി സഭയെ ചേർക്കുവാൻ എവിടെയാണ് വരുന്നത്? മേഘത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആകാശമേഘങ്ങളിൽ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മേഘപ്രത്യക്ഷതയിൽ യേശുക്രിസ്തു ആരെ ചേർക്കുവാൻ, അതായത് ഫസ്റ്റ് രഹസ്യപരവിൽ ആരെ ചേർക്കുവാനാണ് വരുന്നത്? യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ചേർക്കുവാനാണ് വരുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ജാതികൾ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ആരാണ്? ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം യഹൂദൻ അല്ലാത്ത എല്ലാവരും ആരാണ്? അവർക്ക് ജാതികളാണ്. ഇന്നും അതങ്ങനെ തന്നെയാണ്. അതിനകത്ത് അവർക്ക് ക്രിസ്ത്യൻസ് എന്നോ പെന്തക്കോസ്തുകാരെന്നോ അങ്ങനെയൊന്നുമില്ല. അവർക്ക് എല്ലാവരും ജാതികളാണ്. അവരുടെ യഹൂദന്മാരൊഴികെ ബാക്കി എല്ലാവരും ജാതികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്ന ദൈവത്തിനൊരു നമ്പറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ മേഘപ്രത്യക്ഷത നടക്കുന്ന സമയത്ത്, അതായത് യഹൂദൻ്റെ രക്ഷയ്ക്ക് മുന്നേ എന്താ പറയുക, ജാതികൾക്കൊരു രക്ഷ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രക്ഷയ്ക്കൊരു നമ്പറുണ്ട്. അതായത് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് നമ്മൾക്ക് ബൈബിളിൽ കാണാം. അപ്പോൾ ഒരു സംഖ്യ വെച്ചിട്ടുണ്ട്. ആ സംഖ്യ പൂർണ്ണമാകുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ, ജീസസ് ക്രൈസ്റ്റിൻ്റെ സെക്കൻഡ് വരവ് സംഭവിക്കുന്നത്. ഓക്കെ, റാപ്ചർ എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ അത് സംഭവിക്കുന്നത്, അപ്പോൾ ആ സംഭവിക്കുമ്പോൾ യേശുക്രിസ്തു ആ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആരൊക്കെയാണോ എന്താ പറയുക, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നല്ല വിശുദ്ധ ജീവിതം നയിച്ചിരിക്കുന്നത്, അതായത് വചനപ്രകാരം ജീവിക്കുന്ന ആൾക്കാരാരാണോ അത്രയും പേരെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പൂർണ്ണസംഖ്യ തികഞ്ഞു എന്ന് ദൈവത്തിന് ബോധ്യമാകുമ്പോഴാണ് എന്താ പറയുക, യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു പോകുന്നതിന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ആ രഹസ്യവരവ് എപ്പോഴാണ് എന്ന് അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് പിതാവാം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത് പുത്രന് പോലും ആ വിവരം അറിയത്തില്ല. അതുകൊണ്ട് പിതാവാം ദൈവം യേശുക്രിസ്തുവിനോട് പറയും: നീ പോയിട്ട് നിന്റെ മണവാട്ടി സഭയെ കൂട്ടിക്കൊണ്ട് വരുവാൻ പറയുമ്പോഴാണ് യേശുക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഒരുങ്ങിയിരിക്കുന്നവർ. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, പൗഡർ
പൗഡറും പൊട്ടുമിട്ട് നല്ല ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിയിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മളുടെ പാവങ്ങളെയൊക്കെ ഏറ്റു പറഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന മണവാട്ടി സഭയെ, അത് ആ ദിവസം, അതായത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ആകുമെന്നുള്ളതൊന്നുമല്ല. പ്രസൻറ്റ് യേശുക്രിസ്തു വരുമ്പോൾ ആരാണ് ഒരുങ്ങിയിരിക്കുന്നത് അവരെ എടുത്തുകൊണ്ട് അങ്ങ് പോകും എന്നാണ് പറയുന്നത്. അതിനെയാണ് മേഘപ്രതീക്ഷത എന്ന് പറയുന്നത്. അതാരും അറിയത്തില്ല. അത് കഴിഞ്ഞ് എന്താ പറയുക, ആ റാപ്ചർ നടന്നു കഴിയുമ്പോൾ ചില സംഭവങ്ങളൊക്കെ സംഭവിക്കും. അന്നേരം നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ, ഓ ഇത് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അവിടം കൊണ്ട് ജാതികളുടെ രക്ഷ പൂർണ്ണമാകുകയാണ്. പിന്നെ അതിനുശേഷം ആൾക്കാർ പല കഥകളും പറയുന്നുണ്ട്, അതൊന്നും ബൈബിളിലില്ല. ഓക്കെ, അവിടം കൊണ്ട് ജാതിയുടെ രക്ഷ പൂർണ്ണമാകുകയാണ്. അതിനുശേഷമുള്ള രക്ഷ വെച്ചിരിക്കുന്നത് ആർക്കാണ്? ഇസ്രായേലിനാണ്. ഓക്കെ, അപ്പോൾ ഈ റാപ്ചർ സംഭവിക്കുന്നിടം വരെ എന്താ പറയുക, ലോകത്തിൽ ഇപ്പോൾ അത് സിസ്റ്റങ്ങളൊക്കെ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഒരു മൂന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത് എന്നൊക്കെയാണ് വചന പണ്ഡിതന്മാർ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം, അതായത് ആദ്യത്തെ ഒരു സഭയുടെ മണവാട്ടി സഭയെ, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട മണവാട്ടി സഭയെ ദൈവം എടുത്തുകൊണ്ട് പോയതിനു ശേഷമായിരിക്കും ഇവിടെ ഒരു മൂന്നാം ലോകമഹായുദ്ധമൊക്കെ തുടങ്ങാൻ പോകുന്നത് എന്നാണ് വചന പണ്ഡിതന്മാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ മൂന്നാം ലോകമഹായുദ്ധം നടന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാം എന്ത് സംഭവിക്കും. എല്ലാവരുടെ കയ്യിലും അണുവായുധങ്ങളുടെ സഹിതം സകലതുമുണ്ട്. അപ്പം ലോകത്തിൻ്റെ സകല സമ്പദ് വ്യവസ്ഥകളും എല്ലാം താറുമാറാകും. ലോകം ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത, അന്ന് എന്താ പറയുക, സൂപ്പർ പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് പോലും ഒന്നും ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെയുള്ള എല്ലാ സാഹചര്യം വരുന്ന സമയത്ത് ഒരു വൺ വേൾഡ് ഗവൺമെൻറ്, അതായത് സാത്താനിക മുദ്രയുള്ള സാത്താനിക ഏജൻറ്റ്, സാത്താനികമായ ഒരു ഭരണം ഇവിടെ ആരംഭിക്കും. അതാണ് 7 വർഷക്കാലത്തെ ഭരണം എന്ന് പറയുന്നുണ്ട്. ആ 7 വർഷക്കാലത്തെ മഹോദ്രവ കാലം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3.5 വർഷക്കാലം സമാധാനപൂർണ്ണമായി പോകും. അതിനുശേഷമാണ് മഹോദ്രവം തുടങ്ങുന്നത് എന്നൊക്കെയാണ് ബൈബിളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലോകം മുഴുവൻ തകർന്നിരിക്കുമ്പോൾ പൈശാചിക സാത്താനിക ഭരണം ഇവിടെ ലോകത്തിൽ ആരംഭിക്കും. സാത്താനിക ഭരണം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, സാത്താൻ്റെ പ്രതിമയൊക്കെ ഇവിടെ ഉണ്ടാക്കും. അതിനെ എല്ലാവരും ആരാധിക്കണം. അപ്പോൾ അതുവരെയുള്ള ആരാധനകളൊക്കെ നിന്നുപോകും. ഈ ഒരൊറ്റ ആരാധന വരും, സാത്താനിക ആരാധന മാത്രം വരും. അതിനുശേഷം സാത്താനിക മുദ്ര, അതായത് 666 എന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. ആ 666ൻ്റെ മുദ്ര ഏൽക്കുന്നവർക്ക് മാത്രമേ പിന്നെ ഈ ലോകത്തിൽ ക്രയവിക്രയങ്ങൾ നടക്കത്തുള്ളൂ. അതായത് കടയിൽ പോയി സാധനം മേടിക്കണമെങ്കിൽ, മെഡിക്കൽ ഷോപ്പുകളിൽ പോകണമെങ്കിൽ, എവിടെ പോയാലും എന്ത് വേണം, ഈ സാത്താനിക മുദ്രയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ലോകത്തിൽ എന്ത് കാര്യങ്ങളും നടക്കത്തുള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ സാഹചര്യം വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ഈ 666 എന്ന് പറയുന്ന മുദ്രയേൽക്കും. കാരണം ജീവിക്കണമല്ലോ. 666 എന്ന് പറയുന്ന മുദ്രയേൽക്കും. എന്നാൽ ഒരു കൂട്ടർ മാത്രം ഏൽക്കത്തില്ല. ആ ഒരു കൂട്ടരാണ് നമ്മുടെ ഇസ്രായേൽക്കാർ. ഇസ്രായേലിലെ യഹൂദന്മാർ അത് ഏൽക്കത്തില്ല. അവരിലും കുറേ പേരൊക്കെ ഏൽക്കും. അവരിൽ കുറേ പേരാണ് ഏൽക്കാതിരിക്കുന്നത്. അവർ ഏൽക്കത്തില്ല. ആ ഒരു മുദ്ര അവർ ഏൽക്കത്തില്ല. ഏൽക്കാതെ വരുമ്പോൾ അവർക്ക് ക്രയവിക്രയങ്ങളൊന്നും നടക്കാതെ വരും. അപ്പോൾ ഇതൊക്കെ നടക്കാതെ വരുമ്പോൾ അവരെ സഹായിക്കാൻ കുറച്ച് പേര് അവിടെ എഴുന്നേൽക്കും. അപ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾക്കറിയാം, ഇസ്രായേൽ മക്കളിൽ തന്നെ എല്ലാവരും മുദ്രയേൽക്കാതിരിക്കത്തില്ല. കുറച്ച് പേരൊക്കെ മുദ്രയേൽക്കും. അതായത് അവരുടെ യേശുക്രിസ്തു എന്താ പറയുക, രക്ഷിക്കുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കുറച്ച് ഇസ്രായേൽ മക്കളുണ്ട്. അതവിടെ നമ്മുടെ വെളിപ്പാട് പുസ്തകം, ബൈബിളിലെ വെളിപ്പാട് പുസ്തകം റെവലേഷൻ എന്ന് പറയുന്ന അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങളിൽ രക്ഷിക്കപ്പെടുന്ന ഒരു 12 ഗോത്രമുണ്ട്. നമ്മൾക്കറിയാം, അതായത് നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച 12 ഗോത്രം ഏതാണ്? അബ്രാഹം, ഇസഹാക്ക്, അബ്രാഹമിൻ്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്. അപ്പോൾ ഈ യാക്കോബിൻ്റെ 12 മക്കൾ, അവരാണ് ഈ 12 ഗോത്രത്തലവന്മാർ. ഓക്കെ, അപ്പോൾ ആ 12 ഗോത്രത്തിൽ നിന്ന് 12000 എന്ന് വെച്ചാൽ 10,000 എന്ന് പറയുന്ന ഒരു കണക്ക് ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ കണക്ക് പ്രകാരമുള്ള അത്രയും ആൾക്കാർ മാത്രമേ രക്ഷിക്കപ്പെടുത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും രക്ഷിക്കപ്പെട്ടവരെന്ന് വെച്ചാൽ അവരാണ് പിന്നെ യേശുക്രിസ്തുവിനെ അംഗീകരിക്കും. ആ സമയത്ത്, അതായത് മഹോദ്രവം നടക്കുന്ന കാലത്ത് അവരെന്ത് ചെയ്യും? ആ ഒരു പൈശാചിക ഭരണം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? തങ്ങൾ കൊന്ന യേശുക്രിസ്തുവിനെ അംഗീകരിക്കും. അവരുടെ ഹൃദയം തുറക്കപ്പെടും. അവർക്കപ്പോൾ മനസ്സിലാകും, യേശുക്രിസ്തുവിനെ ആയിരുന്നു ഞങ്ങളുടെ പൂർവികന്മാർ എന്താ പറയുക കൊന്നു കളഞ്ഞത് എന്നവർക്ക് മനസ്സിലാകുകയും അവർ എന്താ പറയുക കുത്തിമുറിവേൽപ്പിച്ചുവെന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക ക്രൂശിൽ തറയ്ക്കുവാണല്ലോ ചെയ്തത്. അങ്ങനെ കുത്തുവാണ് ചെയ്തത്. കയ്യിലും കാലിലും ഒക്കെ ആണി അടിച്ച് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാണ് ചെയ്തത്. അപ്പോൾ അവർ ക്രൂശിച്ചവനിലേക്ക് അവർ നോക്കും. എന്നിട്ട് നോക്കിയിട്ട് യേശുക്രിസ്തുവിനെ അവർ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കുക അവർ കരയും. അവർ നിലവിട്ട് കരയും. കാരണം അവർക്ക് രക്ഷകനായി പിറന്നവനെയാണ് അവരെന്ത് ചെയ്തത്? ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവർ തങ്ങളുടെ പൂർവ്വിക പിതാക്കന്മാർ ചെയ്ത ആ പാപമൊക്കെ അവർ ഏറ്റുപറഞ്ഞ് അവർ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി അവർ അംഗീകരിക്കും. അംഗീകരിക്കുന്നത് എല്ലാവരും അംഗീകരിക്കത്തില്ല. ഏതാണ്? ഈ ഓരോ 12 ഗോത്രങ്ങളിലും 10,000 പീപ്പിൾസാണ് അംഗീകരിക്കുക. അപ്പോൾ ബൈബിളിൽ ഒരു 144,000 പേരെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ 12 ഗോത്രത്തിലും 10,000 വെച്ച് നോക്കിയാൽ ഒരു
120,000 പേരല്ലേ വരത്തുള്ളൂ. അപ്പോൾ ബാക്കി ആൾക്കാർ എവിടെ പോകുമെന്ന് ബാക്കി ആൾക്കാർ എങ്ങനെ വന്നു എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾക്കറിയാം ഇസ്രായേൽ ഗോത്രത്തിൽ അതിനു മുൻപേ മരിച്ചു പോയവരുണ്ടല്ലേ. അപ്പോൾ മൊത്തത്തിലൊരു കണക്ക്, അതായത് പഴയ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും പുതിയ ടെസ്റ്റ്മെൻറ്റിലാണ് പറയുന്നിരിക്കുന്നത്. മൊത്തത്തിലുള്ള ഇസ്രായേൽ മക്കളുടെ കണക്കാണ് 144,000 എന്ന് പറയുന്നത്. പക്ഷേ ഈ പുതിയ നിയമത്തിൽ, അതായത് പുതിയ വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ആ ഒരു ഇസ്രായേൽ മക്കളിൽ രക്ഷിക്കപ്പെട്ടവരുടെ കണക്കാണ് 10,000 ഓരോ ഗോത്രത്തിൽ നിന്നും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് വചന പണ്ഡിതന്മാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊത്തത്തിലാണ് ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കും. അങ്ങനെ അവർക്കൊരു എന്താ പറയുക, ഒരു വീണ്ടും അവരെ രക്ഷിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ഒരു വരവും കൂടെ വരും. അതാണ് രണ്ടാമത്തെ വേറൊരു വരവ്. അതായത് റാപ്ചർ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ വരവ്, യേശുക്രിസ്തുവിൻ്റെ അത് രഹസ്യ വരവാണ്. ആ വരവിൽ എന്താ സംഭവിക്കുന്നത്, അതിനെയാണ് മേഘപ്രതീക്ഷത എന്ന് പറയുന്നത്. ആ വരവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മളുടെ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു മണവാട്ടി സഭയെ വിളിക്കുവാനാണ് അത് വന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ വരവ് ആരെ കൊണ്ടുപോകാൻ വരുന്നത്, അത് ഒരു മഹത്വ പ്രത്യക്ഷതയായിരിക്കും. എന്ന് വെച്ചാൽ ഈ രക്ഷിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കൊണ്ടുപോയിരിക്കുന്ന എന്താ പറയുക, ആ ഒരു വിശുദ്ധന്മാരോടൊക്കെ ചേർന്നാണ് ഈ ഒരു മേഘപ്രത്യക്ഷത, അതായത് മഹത്വ പ്രത്യക്ഷത വരുന്നത്. യേശുക്രിസ്തു പൂർണ്ണ മഹത്വത്തോടെ അങ്ങ് വരും. അപ്പോൾ എല്ലാവരും അതറിയും കേട്ടോ. ആ വരവാണ് എല്ലാവരും കാണുക, ആ ഒരു വരവറിയുകയും അങ്ങനെ ഈ ഇസ്രായേൽ മക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെ ദൈവം ചേർക്കുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ദൈവം ഈ ലോകത്തിൻ്റെ ഒരു ഭരണം ഏറ്റെടുക്കും. അപ്പോൾ അതിനു മുന്നേ ഒരു 1000 ആണ്ട് ഭരണമൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾക്ക് ചിന്തിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഒരു രക്ഷ പൂർണ്ണമാകുന്നത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, ആദ്യത്തെ ഒരു രക്ഷ അവർക്ക് പഴയ എന്താ പറയുക, യേശുക്രിസ്തുവിൻ്റെ ഒരു മരണത്തിനൊക്കെ മുന്നേയും മരണത്തിന് ശേഷമൊക്കെ നമ്മൾക്കറിയാം കുറേ പേര് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചവരുണ്ട്. നമ്മുടെ പഴയ പ്രവാചകന്മാർ, എലിയാവ്, അവരുടെയൊക്കെ കാലമൊക്കെ നമ്മൾ കണ്ടു. മോശയുടെ കാലം കണ്ടു, ജോഷുവയുടെ കാലം കണ്ടു. അങ്ങനെ അവരിലൂടെയൊക്കെ ഒത്തിരി ന്യായപ്രമാണത്തിൽ നിന്ന് അവർ വഴിതെറ്റി പോകാത്തവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ദൈവം എന്താണ്, ദൈവത്തിൻ്റെ രക്ഷയുടെ അതിനകത്തോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കറിയാം നമ്മുടെ ഇവർ വന്നിരിക്കുകയാണ്, നമ്മളുടെ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെ എന്താ പറയുക, മേഘപ്രതീക്ഷതയിൽ അവരെ എടുത്തുകൊണ്ടുപോയി അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ളൊരു മഹത്വ പ്രതീക്ഷത നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഒരു രക്ഷ പൂർണ്ണമാകുന്നത്. അപ്പോൾ അതിനു മുൻപ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് ആര് വരും, ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരൊക്കെ, അതായത് രക്ഷപ്പെടുവാൻ സാധ്യതയുള്ളവരെ, അതായത് ദൈവം കണ്ടിരിക്കുന്നവരെ, അവരെയൊക്കെ ദൈവം എന്താ പറയുക അങ്ങോട്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് കൂട്ടിവരുത്തും. അവർക്കൊരു ഇനിയും ഒരു എന്താ പറയുക ഒരു വീണ്ടെടുപ്പ് അവർക്കുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകും. ഇസ്രായേലിൻ്റെ രക്ഷ അങ്ങനെയാണ് പൂർണ്ണമാകുന്നത് എന്നുള്ള കാര്യവും കൂടെ നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾക്ക് അബ്രാഹമിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം, അതായത് നമ്മൾ ആ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള യഹൂദന്മാരുടെ ഒരു രൂപീകരണം, അതാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ആ എപ്പിസോഡോടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് അബ്രാഹമിലൂടെ എന്ത് സംഭവിക്കും, ഒരു പുതിയ തുടക്കം, പുതിയ ഇസ്രായേലുണ്ട് അല്ലേ. പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നതാണ് നമ്മൾക്കറിയാം ഒരു എന്താ പറയുക, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ കൂട്ടി ദൈവം ഒരു പുതിയ ഇസ്രായേലിന് രൂപം കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ചരിത്രം നമ്മൾ നാളെ തൊട്ട് തുടങ്ങും. അപ്പോൾ ഇതുവരെ നമ്മൾക്ക് അബ്രാഹമിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്നുള്ള ആ ഒരു സബ്ജക്റ്റ്, പഴയ നിയമപ്രകാരമുള്ള ഒരു സബ്ജക്റ്റ് ഇവിടെ പൂർത്തിയാകുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ആയിരിക്കാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു ചെറിയ അറിവ് ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഉൽപ്പത്തി തൊട്ട് ഇങ്ങോട്ട് വായിക്കാൻ പോകാൻ എല്ലാവർക്കും ഈ എന്താ പറയുക തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് സമയമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഓടിച്ച് വിട്ടിട്ട് ഒരു ചിത്രം നിങ്ങളുടെ മുൻപിലേക്കൊന്ന് ഞാൻ ഇട്ട് തരുവാനാണ് എൻ്റെ അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ശ്രമിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ശ്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ചരിത്രം ലഭിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം അവിടെ പൂർണ്ണമാകും. അപ്പോൾ നമ്മൾക്കറിയാം അതിനുശേഷം പുതിയ ഇസ്രായേലിൽ നമ്മൾക്കറിയാം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ തുടക്കം ആണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അത് നമ്മൾക്ക് നാളെ തൊട്ട് അതിൻ്റെ തുടങ്ങാം. എനിവേ കേട്ട എല്ലാവർക്കും ഒരു നല്ലൊരു അറിവും നല്ലൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.